2025 ഒക്ടോബർ 12 ഇന്ന് വിവരാവകാശം എന്നൊരു പ്രധാന നിയമം വന്നിട്ട് ഏകദേശം 20 വർഷം പൂർത്തിയാകുന്നു. ഒക്ടോബർ 12-നാണ് അത് പുറത്തിറങ്ങിയത്. 20 വർഷങ്ങൾക്ക് മുമ്പ് വിവരാവകാശ നിയമം ശക്തമായ ഒരു ആയുധമാണ്. ഈ രാജ്യത്ത് നടന്ന പല കറപ്ഷൻസും പുറത്തു കൊണ്ടുവന്ന ഇതാണ്. ആദർശ് കോളനി വിവാദം നിങ്ങൾ അറിയാം. ഇതെല്ലാം ഇന്ത്യയിലെ പല പ്രമാദമായ വിവാദങ്ങളും പുറത്തു കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തിൻ്റെ ശക്തമായ തൂലികൾ ഉപയോഗിച്ചാണ്. അതിനകത്ത് പല അപ്പീലുകളും പോയിട്ടുണ്ട്. ക്യാബിനറ്റ് നോട്ട്സുകൾ കൊടുക്കാമോ, അത് കൊടുക്കാമോ, ചിലതൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല. സെക്ഷൻ 8 അനുസരിച്ച് ചില വിവരങ്ങൾ, അത് പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. ചില രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. വിവരാവകാശത്തിന് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനകത്ത് അതിന് മറുപടി ഒരു പബ്ലിക് സർക്കാർ ഓഫീസുകൾക്കേറെ, അർദ്ധ സർക്കാർ ഓഫീസുകൾക്കേറെ, ചില പബ്ലിക് ബോഡികൾക്ക് ഇത് പ്രത്യേക നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഗ്രാൻഡ് വാങ്ങുന്ന ചില സ്ഥാപനങ്ങൾ ഉൾപ്പെടെയെല്ലാം ഈ നിയമത്തിൽ നമുക്ക് വിവരാവകാശം വഴി വിവരാവകാശം തേടാവുന്നതാണ്. വിവരാവകാശത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിവരാവകാശം എഴുതുമ്പോഴത്തേക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വിവരാവകാശ 2005 പ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷകൻ്റെ വ്യക്തമായ പേര്, അഡ്രസ്സ്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പറൊക്കെ വെച്ചിരിക്കണം. അതിനകത്ത് എന്താണ് വിവരം തേടുന്നത്, വിവരം മാത്രമേ തേടാൻ പാടുള്ളൂ. വിവരമല്ലാത്തൊന്നും തേടാൻ പാടില്ല. ഡോക്യുമെൻ്റ് ആയിട്ടോ, അത് ഡിജിറ്റൽ ആണെങ്കിലും അതിനും തെളിവുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ഡിജിറ്റലിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഏജൻറ്റുണ്ട്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കും. 30 ദിവസത്തിനകത്ത് മറുപടി വന്നില്ലെങ്കിൽ മറുപടി വൈകുന്ന ഓരോ ദിവസം 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപ വരെയാണ് വിവരാവകാശം വൈകിപ്പിക്കുന്ന ഒരു ഓഫീസർക്ക് നൽകാവുന്ന പിഴ. ആദ്യത്തെ ഒരു ഓഫീസർ കൊടുത്തിട്ട് അതിന് അപ്പീൽ കൊടുക്കുക. അതിന് അപ്പീൽ കൊടുത്തിട്ട് അവിടെയും സാറ്റിസ്ഫൈഡ് ആവുന്നെങ്കിൽ ജില്ലാ അപ്പീൽ കൊടുക്കുക, കഴിഞ്ഞ് സ്റ്റേറ്റ് അപ്പീൽ കൊടുക്കുക, അത് കഴിഞ്ഞ് സെൻട്രൽ അപ്പീൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. വിവരാവകാശത്തിലെ വിവരങ്ങൾ ഒളിപ്പിക്കുകയോ ഡാമേജ് ചെയ്യുകയോ ടാമ്പർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവർക്കെല്ലാം പണിഷ്മെൻറ്റ് 25,000 രൂപ പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഉള്ള വിവരങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. വിവരമല്ലാത്തൊന്നും കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഇൻഫർമേഷൻ ഓഫീസർക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് പല അഴിമതികളും പുറത്തുകൊണ്ട് വരാണ്ട് വിവരാവകാശം ശക്തമായിട്ട് ഉപയോഗിച്ചു. പലപ്പോഴും സമയം കൊല്ലിയായിട്ട് ഈ വിവരാവകാശം ഉപയോഗിക്കുന്നത് യഥാർത്ഥ വിവരങ്ങൾ, ചില വിവരങ്ങൾ പൊട്ടൻഷ്യലി അത്യാവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ 48 മണിക്കൂറിനകത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പോലീസ് കസ്റ്റഡി എന്തെങ്കിലും പെട്ടെന്നുള്ള വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനകത്ത്, ഒരു ജീവന അപായം ഉണ്ടാകുന്ന ഒരു സംഭവമൊക്കെ ആണെങ്കിൽ 48 മണിക്കൂർ. പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് വിവരാവകാശ നിയമത്തിൽ പറയുന്നത്. വിവരാവകാശ നിയമം അത് ശക്തമായിട്ട് ഉപയോഗിക്കുക. അത് ഓരോ ബോഡിയിലുള്ള അഴിമതികൾ കുറയ്ക്കാനൊക്കെ വിവരാവകാശം, പിന്നെ സുതാര്യത ഉറപ്പുവരുത്തുക. ഗവൺമെൻറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയുവാനൊക്കെ വിവരാവകാശം വളരെ ശക്തമാണ്. വിവരാവകാശങ്ങൾ നമ്മൾ ഓരോ പൗരനും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരാവകാശം പലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല. വിവരാവകാശം അത് 20 വർഷം തികയുന്ന ഈ സമയത്ത് വിവരാവകാശത്തെ നമ്മൾ തേടണം. വിവരാവകാശം നമ്മൾ ഓരോരുത്തരും ആ ഒരു ആക്ട് യൂസ് ചെയ്യണം. പല അഴിമതികളുടെയും ചെയ്യാനും പേടി. പലപ്പോഴും വിവരാവകാശമൊക്കെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ശക്തമായ രീതിയിലുള്ള ഫയലുകളൊക്കെ കറക്റ്റായിട്ട് വെക്കും. സാധുക്കൾക്കായാലും ഒക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഏത് സാധാരണക്കാരനും ഉപയോഗിക്കുന്ന ഒരു ശക്തമായ 20 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഇതൊന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.